കവിതയാത്ര തുടരുന്നു. എൻ്റെയും നമ്മുടെ മഹാകവി പി കുഞ്ഞിരാമനാരുടെ പ്രിയപുത്രൻ രവീന്ദ്രൻ നായർ രവിയേട്ടൻ്റെയും നമസ്കാരം ആദ്യം തന്നെ. ഇന്ന് നമുക്കൊരു വ്യത്യസ്തമായ ഒരു കവിത എടുത്താലോ? ഏതെടുക്കാം? അമ്പലം കത്തുമ്പോൾ. അങ്ങനെ പറയുമ്പോൾ തന്നെ എനിക്ക് പറയേണ്ടത്, ഞാൻ സംഗീത യാത്രകളിൽ ഉപയോഗിച്ച ഒരു കവിതയാണ്. അപ്പൊ ആദ്യം തന്നെ ആദ്യത്തെ പാട്ട് ഇതായിരുന്നു. മതസൗഹാർദ്ദ സംഗീത യാത്ര സൗഹാർദ്ദത്തിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്. അദ്ദേഹം പിന്നെ മതമൊന്നുമില്ല, അദ്ദേഹത്തിന്റെ മതമില്ല. ഇപ്പൊ കാസർഗോഡ് വന്നാൽ അദ്ദേഹം ആദ്യം എന്നോട് ചുറ്റുപാടൊക്കെ ഓരോരുത്തരൊക്കെ വിളിക്കാനൊക്കെ പറയും. പിന്നെ കാസർഗോഡ് പോകും ഉബൈദ് മാഷിനെ കാണാൻ. അല്ലെങ്കിൽ ഉബൈദ് കവി വന്നിട്ട് അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരും കാണാൻ. അത്ര സൗഹൃദത്തിലായിരുന്നു. അദ്ദേഹം തൻ്റെ ആത്മകഥയിൽ പറയുന്നത്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാള് ഒരു റെയിൽവേ പോർട്ടർ സുലൈമാൻ എന്നോ മറ്റാണ് പേര് എനിക്കിപ്പൊ കിട്ടുന്നില്ല. അങ്ങനെയാണ് ഏറ്റവും സ്നേഹമുള്ള ആള്. ഇപ്പൊ അദ്ദേഹത്തിന് മതം ഒരു പ്രശ്നമേ ആയിരുന്നില്ല. ഇത് അമ്പലം കത്തുമ്പോൾ അമ്പലം മാത്രമല്ല പള്ളിയും കത്തുകയാണ്. എന്താ ഈ ചെന്തി ആരും കെടുത്താത്തതെന്നാണ് ചോദിക്കുന്നത്. സമാധാനിപ്പിക്കാൻ ആരുമില്ലേ? അതെ, ഐക്യം, ഇവര് തമ്മിലുള്ള ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ആരുമില്ലെന്നാണ് ഉദ്ദേശിച്ചത്. അമ്പലം കത്തുമ്പോൾ സന്ധ്യ അവൾ പെട്ടെന്ന് പടികേറി വന്നു. കത്തുന്ന ഏതോ പൊന്നമ്പലം ചൂണ്ടിക്കാട്ടി. മിണ്ടിയില്ല, നീൾക്കണ്ണ് നിറച്ചു നിന്നു എന്നാണ് ഇവിടെ എഴുതി കാണുന്നത്. അത് കഴിഞ്ഞിട്ട് വിശ്വം വിഴുങ്ങി വിഹരിക്കുമാസുരവിദ്യ തൻ പന്തം പരന്നു. വിശ്വം വിഴുങ്ങി വിഹരിക്കുമാസുരവിദ്യ തൻ പന്തം പരന്നു. അമ്പലം കത്തുന്നിതമ്പലമാരുമീ ചെന്തി തളർത്തുവാനില്ലേ. അമ്പലം കത്തുന്നിതമ്പലമാരുമീ ചെന്തി തളർത്തുവാനില്ലേ. കുമ്പിട്ടു നോക്കേണ്ട ബിംബത്തിൽ ചാർത്തിയ ചെമ്പട്ടു പാറുന്നതല്ല. പട്ടങ്ങൾ കെട്ടിയിടയും ഗജങ്ങൾ തൻ പട്ടുകുടതഴയല്ല. അൻപഴും നമ്മൾ തന്നാദർശ ബിംബമുള്ള അമ്പലം കത്തുകയാണ്. പാവന സംസ്കാര ബിംബമുറപ്പിച്ച കാവുകൾ വേവുകയാണേ. തേടി നഗരങ്ങൾ ഗോപുരവാസികൾ മാടപ്പിറാവുകളെല്ലാം പൊത്ത് പതുങ്ങിനാർ തീയല ചുറ്റിയ പൊന്മണി നാഗങ്ങളെല്ലാം ഇക്കൊടും ചോരപ്പുഴയിലൊഴുകുന്നു ഗോക്കൾ തൻ സൗമ്യകളങ്ങൾ. മായുന്നതീ മഹാഹിംസതൻ ജ്വാലയിൽ മാമരപ്പന്തൽ നിരകൾ കൂസാതെ കൂറ്റനീ അമ്പലമുറ്റത്തു കൂടാരമൊന്നു വരിഞ്ഞു. തൃക്കഴ സ്പർശവും കാത്തുകിടക്കുന്ന പൂക്കൂടയാകെ എരിഞ്ഞു. കൊണ്ടൽ നേർവർണ്ണനു ജീവിതമർപ്പിച്ച ചണ്ടതന്മൈ തോലുരിഞ്ഞു. ചെമ്മണി താരകപ്പൂക്കൾ വിരിയുന്ന പിന്മരക്കൊമ്പു കരിഞ്ഞു. പാലിന്ന മൃദു ചുരത്തിയോരം വെളിപ്പാൽക്കുടം തട്ടിമറിഞ്ഞു. ആടും പശുക്കളും പാന്തരും ചേരുന്നൊരാല കുളവും മറഞ്ഞു. അമ്പലം കത്തുന്നിതമ്പലമാരുമേ ചെന്തി തളർത്തുവാനില്ലേ. ചിറ്റമ്പല ചുറ്റിലെന്നല്ല ഗോപുരത്തട്ടിൽ നടയിൽ കടവിൽ ആൽത്തറക്കെട്ടിലും വെള്ളമണലിലും ആനന്ദമുദ്ര ധരിച്ചു. കുഞ്ഞുങ്ങൾ അമ്മമാർ ഉത്സവം കാണുവാൻ വന്നവർ വീണുറങ്ങുന്നു. പൊൻചൂരൽ വിശയുടുപ്പിട്ടതുര അഞ്ചാതകത്തു കടന്നു. അല്ലെ, പൊൻചൂരൽ വീശിയുടുപ്പിട്ട സുര നിങ്ങഞ്ചാതകത്തു കടന്നു. അവിടെ എന്താ ഉദ്ദേശിക്കുന്നെന്തോ നോക്കണം. പൊൻചൂരൽ വീശിയുടുപ്പിട്ട
സുരനിങ്ങഞ്ചാതകത്തു കടന്നു. രത്നവും തങ്കവും കൂടിയാടും നെടും ഭണ്ഡാരവാതിലടഞ്ഞു. ചോർത്തു മുഴുവൻ തിരുവാഭരണങ്ങൾ നേർച്ചപ്പണിയും വെൺവാരി. തന്നുടെ വാളിവൻ കാളക്കിടാവിന്റെ പൊന്നും കഴുത്തിനോ നേർന്നു. ചെമ്പു പലകയടകളടുക്കിയ ചിറ്റമ്പലം കിടക്കുന്നു. കൂകി തെളിഞ്ഞ കലകൾക്കു കൂടായ കൂത്തമ്പലമെരിയുന്നു. ഭാരത രാമായണ കഥ കൊത്തിയ ചാരുകൾ തൂണിടിയുന്നു. അമ്പലം കത്തുന്നിതമ്പലമാറുമി ചെന്തി തളർത്തുവാനില്ലേ. മണ്ഡപമേ പുരാതിന്നു നുണച്ചിവൻ ചുണ്ടൊന്നു നറ്റിത്തുടച്ചും. ഉന്മാദമൂർച്ചയിൽ കോവിലും താഴിയ പൊന്മുടി ചുറ്റിപ്പിടിച്ചു. പള്ളി ചുട്ടുകരിച്ചവൻ പല്ലു കടിച്ചു ഞെരിച്ചു. പേകോലമൊത്തിദാശിൽ തീക്കലിക്കൂളനണഞ്ഞു. തീക്കലിക്കൂളനണഞ്ഞു. അമ്പലം കത്തുന്നിതമ്പലമാരുമിച്ചെന്തി തളർത്തുവാനില്ലേ. കുറച്ചുകൂടെ അങ്ങോട്ട് നീണ്ട കവിതയാണ്. കുറച്ചുകൂടെ അങ്ങോട്ട് എത്തുമ്പോ അമ്പലം കത്തുന്നു പള്ളിയും കത്തുന്നു ചെന്തി കെടുത്തുവാ, അത് അവസാനത്തെ വരികളായി. ആരുമില്ല ഈ തീയതി പള്ളിയിലേക്കാണ് കിടന്നുകൂടാൻ പോകുന്നത്. അപ്പൊ ഇത് കെടുത്തി ഏകസ്വരത്തിൽ ക്ഷണിച്ചു വരുത്തുമി ഐക്യപുനരിപ്രഭയിൽ ധീരതനയരെ ദർശിപ്പിനി മുഗ്ധഭാരതമേദിനി രൂപം. വെന്തെരിയുന്നിതാ പള്ളിയും കോവിലും ചെന്തി കെടുത്താതെന്തേ. ഏതായാലും അടുത്ത കവിതയുമായി നമുക്ക് അടുത്ത പ്രാവശ്യം കേട്ടോ.